ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടൽ സ്റ്റൈലിൽ എങ്ങനെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ കാറ്ററിംഗുകാർ ഹോട്ടലുകാരൊക്കെ ഉണ്ടാക്കുന്ന അച്ചാർ എങ്ങനെയാണോ അതുപോലെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ നാരങ്ങ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കണം. ഇപ്പം നാരങ്ങ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു നല്ല ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കാം. നല്ലൊരു തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ച് തുടച്ചെടുക്കാം കേട്ടോ. കേട് വന്നത് കറുത്ത കളറിലൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ കേടുള്ളതൊന്നും എടുക്കാൻ പാടില്ല നാരങ്ങ കേട്ടോ. ഇതൊക്കെ അങ്ങനത്തെ നാരങ്ങയൊക്കെ ഇട്ടാൽ കണ്ടത് ഇതുപോലെ കറുത്ത പാടൊക്കെയുള്ള നാരങ്ങ ഇട്ട് അച്ചാർ പെട്ടെന്ന് കേടാവും. പിന്നെ വേറെ ഏതെങ്കിലും ഇതുപോലെ നല്ല ഫ്രഷ് നാരങ്ങ എടുക്കണം. നാരങ്ങ 2 തരം നമുക്ക് കടയിൽ കിട്ടും. ഒന്ന് തൊണ്ടിന് കട്ടി കൂടിയതും ഇത് തൊണ്ടിന് കട്ടി കുറഞ്ഞതും. അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ തൊണ്ടിന് കട്ടി കുറഞ്ഞ നാരങ്ങ എടുക്കാൻ നോക്കണം. അതെന്താണെന്ന് വെച്ചാൽ കട്ടി കൂടിയതിനാകുമ്പോൾ കയ്പുണ്ടാവും. ഈ തൊണ്ട് കുറഞ്ഞതിനാകുമ്പോൾ കയ്പുണ്ടാവില്ല, കയ്പ് കുറവായിരിക്കും. അതുകൊണ്ട് നാരങ്ങ നോക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ പഴുത്തതും ഫ്രഷും ആയിട്ടുള്ള നാരങ്ങ എടുക്കാൻ നോക്കണം കേട്ടോ. വാടിയ നാരങ്ങ ഒന്നും അച്ചാറിന് ഒരിക്കലും എടുക്കരുത്. കണ്ടോ ഇതുപോലെ കണ്ട ഇതുപോലെ കറുത്ത പാട് ഉള്ള നാരങ്ങ അതൊന്നും എടുക്കരുത് കേട്ടോ. നല്ലത് ഇതുപോലെ നല്ല നാരങ്ങ എടുത്താൽ മതി. ഇതുകൊണ്ട് ഇതൊക്കെ കേടുവന്നു. നാരങ്ങ ഒന്നും എടുക്കരുത്. ഇതൊക്കെ അങ്ങനത്തെ നാരങ്ങയൊക്കെ എടുത്താൽ അച്ചാർ പെട്ടെന്ന് കേടാവും. ഇതൊക്കെ എടുത്ത് മാറ്റണം. ഇപ്പം നമ്മൾ നാരങ്ങയെല്ലാം നന്നായിട്ട് ഇത് കണ്ട തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളമായിട്ട് അടുപ്പത്ത് വെച്ച് തിളയ്ക്കണം. വെള്ളം തിളച്ച് കഴിഞ്ഞ് അതിലാട്ടോ ഇടണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഞാനൊരു ചെരുവത്തിൽ കൊണ്ടോ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ നാരങ്ങ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം വേണം കേട്ടോ. ഞാൻ അതിലേക്ക് 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിടാം. ഈ വെള്ളം